കാടമം ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്രോപ്പാണ്. കാരണം എക്കണോമിക്കൽ വാല്യൂ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. ഒരു വർഷത്തോളമായിട്ട് വിപണിയിൽ നല്ലൊരു രീതിയിൽ വില കിട്ടുന്നതുകൊണ്ട് ഈ രംഗത്തേക്ക് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർ കടന്നു വരുമ്പോൾ ഇതിനകത്തുള്ള പ്രായോഗികമായിട്ടുള്ള കൃഷിയിലെ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളും കൂടി അറിഞ്ഞിട്ട് വേണം ഈ മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും വേനൽക്കാലം വരുമ്പോൾ ചെടിയെ സംബന്ധിച്ച് പരിചരണം കൂടുതൽ വേണ്ടുന്ന ഒരു സമയമാണ്. വേനൽക്കാലത്ത് കീടങ്ങളുടെ ഉപദ്രവം വളരെ കൂടുതലായിരിക്കും. അതിന് നല്ല രീതിയിൽ സസ്യസംരക്ഷണ മരുന്നുകൾ കൊടുത്തിട്ട് മാത്രമേ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വേനൽക്കാലത്തിനോടനുബന്ധിച്ച് കർഷകർ മിക്കവാറും ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ത്രിപ്സിൻ്റെ അറ്റാക്ക്. കണ്ണുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ചെറു ജീവികളാണ് ത്രിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപദ്രവം മൂലം ഇത് ചെടിയുടെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മുറിവുകൾ കൊണ്ട് പിന്നീട് രൂപപ്പെട്ടു വരുന്ന ഈ സ്കാറിനാണ് ചൊറി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അത് കായിലും തണ്ടിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വരുന്നൊരു പ്രശ്നം ഇതിൻ്റെ ക്വാളിറ്റീനെയോ സ്പൈസസ് കണ്ടൻറ്റിനെയോ ഒന്നും ഇതിനകത്തുള്ള ഓയിൽ കണ്ടൻറ്റിനെ ഒന്നും ബാധിക്കുന്നില്ല എങ്കിൽ കൂടിയും മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ ഇതിന് വളരെ ഒരു പ്രത്യാഘാതമുണ്ട്. അപ്പോൾ വിപണനത്തിന് നമ്മൾ പോകുമ്പോൾ നല്ല കളറും നല്ല രീതിയിലുള്ള വലിപ്പവും ഉള്ള കായ്കൾക്കാണ് എപ്പോഴും വിപണിയിൽ നല്ല വില കിട്ടുക. അപ്പോൾ അതിനകത്ത് ആകർഷണം കുറയുന്ന രീതിയിൽ വരുന്ന ഇങ്ങനെയുള്ള ചൊറിപ്പാടുകൾ എപ്പോഴും ഇത് തരം തിരിച്ച് ഒരു വിലയിടുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ത്രിപ്സിൻ്റെ മരുന്ന് വേനൽക്കാലത്തിനോടനുബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ത്രിപ്സിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കൊടുക്കാനായിട്ട്. പലരും മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത് ഇതൊരു 15-17 ദിവസം കൊണ്ട് ഒരു തലമുറ പൂർത്തിയാക്കി അടുത്ത തലമുറ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങുന്ന രീതിയിലത്തെ ഒരു സ്വഭാവമുണ്ട്. അത് കാലാവസ്ഥ നല്ല ചൂട് കൂടിയൊരു രീതിയിലത്തെ അവസ്ഥയാണെങ്കിൽ ഈ പറയുന്ന ദിവസം ആകാം. കുറച്ച് തണുപ്പ് കൂടിയത് അനുകൂലമല്ല, ഇതിൻ്റെ റീപ്രൊഡക്ഷന് അനുകൂലമല്ലാത്ത സാഹചര്യമാണെങ്കിൽ കുറച്ചും കൂടി ഒരു നീണ്ട കാലാവധി പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മരുന്നടിക്കുമ്പോൾ സാധാരണ ഏലത്തിൽ മരുന്നടിക്കുന്ന പോലെ ഒരു മാസം എന്നുള്ള രീതിയിലത്തെ അല്ലെങ്കിൽ 25 ദിവസം എന്നുള്ള രീതിയിൽ ഒരു കണക്ക് പാലിക്കാതെ ത്രിപ്സിൻ്റെ ഉപദ്രവം കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ ജനറേഷനെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 15 ദിവസത്തിനുള്ളിൽ വരുന്ന രീതിയിൽ 1-2 പ്രാവശ്യം നമ്മൾ ആ മരുന്നിനെ ഒന്ന് ക്രമീകരിച്ച് സ്പ്രേ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ യങ് സ്റ്റേജിലുള്ള ആ ഒരു ത്രിപ്സിനെ കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിനകത്ത് എഗ് സ്റ്റേജ് ഉണ്ടാവും, യങ് സ്റ്റേജിൽ വരുന്ന ലാർവൽ സ്റ്റേജിൽ വരുന്നതുണ്ടാവും, പിന്നീട് അഡൾട്ട് സ്റ്റേജിൽ വരുന്നതുണ്ടാവും. അപ്പോൾ എല്ലാ സ്റ്റേജിനെയും നമുക്ക് ബ്രേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മരുന്നടി നമ്മൾ ആ ഒരു റെഗുലർ ഷെഡ്യൂൾ തെറ്റിച്ച് ഒരു 15 ദിവസത്തിനുള്ളിൽ ചെടിക്ക് കിട്ടുന്ന രീതിയിൽ കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ട് ഈ ത്രിപ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ എപ്പോഴെങ്കിലും ഒരു സ്പ്രേ കൊടുക്കുന്ന സമയത്ത് ലോകം അംഗീകരിച്ച വേപ്പാധിഷ്ഠിത കീടനാശിനിയായ അസാഡിറാക്റ്റിൻ ഹൈ പെർസെൻറ്റേജ് ഉള്ള ഒരു 2500 ppm കൂടുതൽ വരുന്ന അസാഡിറാക്റ്റിൻ കണ്ടൻ്റ് ഉള്ള നീം ഓയിൽ എപ്പോഴെങ്കിലും ഒരു തവണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പെസ്റ്റിൻ്റെ വിവിധ സ്റ്റേജിലുള്ള ജീവികളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. ഏലം മേഖലയിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നെമറ്റോഡിൻ്റെ ഉപദ്രവം. അപ്പം നെമറ്റോഡ് ബാധിക്കപ്പെട്ട ചെടിയിലെ പോഷകങ്ങൾ ചെടി വലിച്ചെടുക്കുന്നതിന് വളരെയേറെ തടസ്സങ്ങൾ നേരിടുന്നു. ആ പോഷകങ്ങൾ കൃത്യമായ അളവിൽ പുതുതായി രൂപപ്പെടുന്ന ഈ ഭാഗത്തേക്ക് എത്തിപ്പെടാത്തത് കൊണ്ട് അത് ആ പോളയ്ക്കുള്ളിൽ തന്നെ ഇരുന്നിട്ട് ആ കാ സെറ്റാകാതെ ഇതേപോലെ ഡ്രോപ്പിംഗ് ചെയ്തു പോകും. ഇത് സെറ്റായൊരു കായാണ്, ഈ കാണുന്നത് സെറ്റായൊരു കായാണ്. അപ്പോൾ ഈ സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ ആ കായ് ഡ്രോപ്പായി പോകും. ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻ സപ്ലൈ കിട്ടേണ്ട ഒരു സമയമാണ് ഈ യങ് ഫ്രൂട്ട് ഫോർമേഷൻ നടക്കുന്ന സമയം. അപ്പോൾ വേരിൻ്റെ കേടോ നെമറ്റോഡിൻ്റെ പ്രശ്നങ്ങളോ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗത്തിലെ കാര്യക്ഷമത കൊണ്ടോ എല്ലാം ഇത് സംഭവിക്കാം. ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ അല്ല എങ്കിലും ഈ പറഞ്ഞ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ടിപ്പിലേക്ക് ഇങ്ങനെ ലെങ്ത് വൈസ് പോകുന്നത്, ആ ലെങ്ത് വൈസ് പോകുന്നതിൽ വരുന്ന സബ് ബ്രാഞ്ച് വീണ്ടും സൈഡിലേക്ക് വളരാൻ പറ്റുന്ന ബഡ് ഇതാണ്. അപ്പോൾ ഈ 2 ഭാഗവും കട്ടാകാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു 5.5 അടി 6 അടി ഹൈറ്റ് വരെ നമുക്ക് ഈ ഒരു ശരത്തിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത്
കൊത്തുകളുടെ എണ്ണം നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 ഇതൊരു 30-35 കൊത്ത് വരെ എല്ലാം പോകാം, 40 വരെയും പോകാം. അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ കെമിക്കൽസ് യൂസ് ചെയ്യുക, കൃത്യമായ ഇടവേളയിൽ നമ്മുടെ ഒരു ശ്രദ്ധ കൂടി ഉണ്ടെങ്കിൽ ബോർഡർ വന്നിട്ട് അറ്റാക്ക് ചെയ്ത് ഇതിനെ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് പലപ്പോഴും ഇതിൻ്റെ ഗ്രോത്ത് ഇവിടെ വെച്ചിട്ട് മുറിഞ്ഞു പോകുന്നത്. മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് മുന്നോട്ടുള്ള വളർച്ച കട്ടാവും. അതേപോലെ ഈ വന്ന ഒരു കൊത്ത് ഇതേപോലെ കട്ടായി പോകുന്നൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ആ സൈഡ് ബ്രാഞ്ച് വന്ന കൊത്ത് കട്ടായിരിക്കുകയാണ്. അപ്പോൾ കട്ടാകുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു മിനിമം ഒരു 20 കാ പ്രൊഡക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാലും ആ 20 കാ ഒന്നായിട്ട് നഷ്ടപ്പെടുന്ന രീതിയിൽ ആ പ്രൊഡക്ഷൻ ലോസ് ഇവിടെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ചെടിയുടെ പരിരക്ഷണ രീതി അനുസരിച്ചിട്ട് ആ നമ്പറിൽ വേരിയേഷൻസ് വരാം. എന്നാലും നമ്മളൊരു മിനിമം 20 കാ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത് ഈ കൊത്തുകളിൽ ഉണ്ടാവണം. അങ്ങനെ വരുന്നത് ഇതൊരു വലിയ എക്കണോമിക്കൽ ലോസ് ആണ്. ഇങ്ങനെ വരുന്നത് കൊത്ത് കെട്ടാവുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുണ്ട്. അത് ഹാർവസ്റ്റിംഗ്, ഇത് കുറച്ചും കൂടി ഹാർവസ്റ്റിംഗ് ആകാത്ത ഒരു പാനിക്കിളാണ്. ഇത് കുറച്ചും കൂടി ഹാർവസ്റ്റിംഗ് കഴിഞ്ഞു പോയ ഒരു പാനിക്കിളാണ്. ഇതിന് ഓൾമോസ്റ്റ് ഇത്രയും കായ്കൾ ഇതിൽ നിന്ന് പറിച്ചു മാറിയിട്ടുണ്ട്. കുറച്ച് കായ്കൾ കൊഴിഞ്ഞു പോയതുകൊണ്ട് അതിനകത്ത്. എന്നിരുന്നാലും അത്യാവശ്യം ഒരു 4 റൗണ്ട് പറിച്ചിട്ടുള്ള ഒരു ശരമാണിത്. അപ്പോൾ ഇതേപോലെ ശരം സൈഡിലേക്ക് ഇങ്ങനെ ഈ കൊത്ത് എന്ന് പറയുന്നത് നീണ്ടു വരിക, അറ്റത്ത് ഫ്ലവർ വരിക, ഫ്രൂട്ട് സെറ്റാകുക, വീണ്ടും ഫ്ലവർ ബെഡ് തള്ളി വരിക. ആ രീതിയിൽ ഇതിൻ്റെ ഗ്രോത്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് പറിച്ച കായകളുടെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്പേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി. 21 കാ ഓൾറെഡി ഇതിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്തു. അതിനകത്ത് 1-2 ഇത് പൊഴിഞ്ഞു പോയതുണ്ട്. എന്നാലും ഒരു 20 കാ ആവറേജ് എടുക്കുക. പിന്നെ ഒരു 3 കാ നിൽക്കുന്നു, ഒരു ഫ്ലവർ നിൽക്കുന്നു. ഈ രീതിയിൽ നല്ല രീതിയിൽ കൊത്തിനെ നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഈൽഡ് നമുക്ക് എടുക്കാൻ പറ്റും. എപ്പോഴും കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്തേക്കുള്ള ഈ കൊത്തിൻ്റെ വളർച്ച നമ്മൾ നഷ്ടപ്പെടാതെ നോക്കണം. അതേപോലെ ഈ ശരം കട്ടാകാതെ ലെങ്ത് വൈസ് ഉള്ള ശരത്തിൻ്റെ ഗ്രോത്തും നമുക്ക് നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ മാക്സിമം ലെങ്ത് വൈസ് വരികയും മാക്സിമം കൊത്തുകൾ ഉണ്ടാകുകയും ചെയ്തിട്ട് മാക്സിമം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എടുക്കുന്ന ആൾക്കാരാണ്. എക്സെപ്ഷണലായിട്ട് ചില ആൾക്കാർ പറയുന്നു 1 ടൺ എടുത്തു, 800 കിലോ എടുത്തു എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ മാക്സിമം ലെങ്ത്തിലുള്ള ശരം എടുക്കുകയും ഇതിൽ പെസ്റ്റ് അറ്റാക്ക് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പറയുന്ന നല്ലൊരു ഈൽഡ് കിട്ടുക. മാക്സിമം നമുക്ക് ഒരു ഏക്കറിൽ എത്രയാണ് നമ്മൾ ഈൽഡ്? മാക്സിമം ഡിപ്പെൻഡ്സ് നമ്മുടെ എഫേർട്ട് അനുസരിച്ചിരിക്കും. കാരണം ഇത് പ്രൊഡക്ഷൻ അങ്ങനെ ഒരു ലിമിറ്റേഷൻ നമുക്ക് പറയാനില്ല. മണ്ണിൻ്റെ കണ്ടീഷൻ, കാലാവസ്ഥ, അതേപോലെ ഇൻപുട്ട്. എപ്പോഴും കാടമത്തിനെ പറ്റി പറയുമ്പോൾ കർഷകരുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് 365 ദിവസവും പ്രവർത്തിക്കുന്ന, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഒരിക്കലും ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആക്കാനുള്ളൊരു മെക്കാനിസം ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രോത്ത് റിലേറ്റഡ് ഒരു ആക്ടിവിറ്റി ഇത് എപ്പോഴും ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാടമ എന്ന് പറയുന്നത് മാത്രം വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പ്ലാന്റാണ്. സ്പെഷ്യാലിറ്റി പറയാനുള്ള കാരണം ഒരേ സമയം ചെറിയ ചെടികളുടെ വളർച്ച ഇതിൽ നടക്കുന്നുണ്ട്, പൂവുണ്ടാകുന്ന പ്രോസസ്സ് ഇതിൽ നടക്കുന്നുണ്ട്, ആ കായ് സെറ്റാകുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്, മെച്ചുറായ ഹാർവസ്റ്റിംഗ് പ്രോസസ്സ്, മെച്ചുറായ കായ പറിച്ചു മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഹാർവസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെടിയിൽ കാണേണ്ട എല്ലാ സ്റ്റേജും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ് കാടമം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മറ്റുള്ള കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂട്രീഷൻ ഷെഡ്യൂള് കൊണ്ട് നമുക്ക് ഈ ഏലകൃഷിയെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുകയില്ല. വിവിധങ്ങളായിട്ടുള്ള പല സസ്യ സംരക്ഷണ മരുന്നുകളും അതുകൂടാതെ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കണം. യങ്ങായിട്ടുള്ളത് കൂടുതൽ ഹെൽത്തിൽ വരാൻ, വേര് നല്ല രീതിയിൽ ഉണ്ടാകുവാനായിട്ട്, ഫ്ലവർ പാനിക്കിൾ നല്ല രീതിയിൽ വരുവാനായിട്ടുള്ളത്, ഫ്ലവർ സെറ്റിങ്ങിന് വേണ്ടത്, കാ നല്ല വലിപ്പത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ളത്, തോടിന് നല്ല കട്ടി ഉണ്ടാകുക, ത്രിപ്സ് അറ്റാക്കിനെ മിനിമത്തിലാക്കുക, ഫിസേറിയം പോലത്തെ പ്രശ്നങ്ങളെ മിനിമൈസ് ചെയ്യുക. അപ്പം അങ്ങനെ വരുന്ന നിറയെ ചലഞ്ചസ് ഇതിനകത്തുണ്ട്. പരിപൂർണമായൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്ഷൻ ഈ ക്രോപ്പിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. 800 കിലോ ആ ഒരു റേഞ്ചിലേക്ക് എടുക്കുന്നവരുണ്ട്. 1 ടണ്ണൊക്കെ ഈ അടുത്ത കാലത്ത് 1 ടൺ രീതിയിൽ എടുക്കുന്ന തോട്ടങ്ങൾ വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ളൂ. 800 കിലോ വരെയൊക്കെ എടുക്കുന്ന തോട്ടങ്ങളെ കണ്ടിട്ടുണ്ട്.